ഈ കുരുന്നുകൾക്ക് ഉണ്ടായ ഒരു അവസ്ഥ വേറൊരു കുട്ടികൾക്ക് ഉണ്ടാവില്ലേ? നിലവിൽ എന്താ മോനെ അന്നെ ചെയ്തത് ടീച്ചേഴ്സ്? എവിടെ അടിച്ചത്? മോനക്ക് വേദന അതിനടാ, വേദന അതിന്. ഓ പാവം മോനാണ് കൂടുതലായിട്ട് സംഭവിച്ചത്. കാരണം അടിച്ചിട്ട് കുട്ടിയുടെ കൈ ഇതാ ഇവിടെ ഇവിടെ ഇങ്ങനെ വീങ്ങി. ഓ ഹോസ്പിറ്റലിൽ മറ്റും കാണിച്ചിരുന്നു? ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ അംഗൻവാടി കുട്ടീൻ്റെ പ്രശ്നത്തിന് വന്നവിടെ ഇരിക്കുന്നതാണ്. കാരണം 1.5 മാസമായിട്ട് ഞങ്ങളെ കുട്ടികൾ അംഗനവാടിയിൽ പോകുന്നില്ല. എന്ത് പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ മോനെ അങ്ങനെ അംഗനവാടിയിൽ നിന്ന് ടീച്ചർ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിച്ചിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ടീച്ചർ ഇപ്പോഴും അംഗനവാടി തുറന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അതിനെ തുടർന്ന് ഞങ്ങളിവിടെ സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ്. ഇവിടെയും പരാതി കൊടുത്തു. എന്താണ് ഇവിടുന്ന് ഉണ്ടായ സമീപനം? ഇവിടുന്ന് പരാതി കൊടുത്തിട്ട് ഉണ്ടായതാണ്. ഇത് ഒന്ന് നിങ്ങൾ നോക്കൂ, സംഭവം നടക്കുന്ന ഉച്ചഭക്ഷണ സമയത്ത് സൂപ്പർവൈസർ അംഗനവാടിയിൽ ഉണ്ടായിരുന്നതായും പരാതിയിൽ പറയുന്ന പ്രകാരം കുട്ടിയെ അടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയും നടന്നിട്ടില്ല എന്ന് സൂപ്പർവൈസർ പറഞ്ഞിട്ടുണ്ട്. ഏകപക്ഷീയമായി അങ്ങോട്ട് മുദ്ര കുത്തി രീതിയിലാണ് സംസാരിച്ചത്. ഏകപക്ഷീയമായി നിങ്ങളോട് ഇതിനെപ്പറ്റി യാതൊരു സംസാരം ഉണ്ടായില്ല. 16-ാം തീയതിയും 20-ാം തീയതി ആയിട്ടൊരു അംഗനവാടിയിൽ വെച്ച് ഒരു ചർച്ച ഉണ്ടായി. എല്ലാം ഒരു 9 അമ്മമാരും കൗൺസിലറും സൂപ്പർവൈസറും CDPO വെച്ച് നിലവിൽ എവിടെയൊക്കെ പരാതികൾ കൊടുത്തിരിക്കണം? ആദ്യം ഞങ്ങൾ ICDS ഓഫീസിലേക്കാണ് കൊടുത്തത്. പിന്നെ ഞങ്ങൾ കൊടുത്തത് മാറാട് പോലീസ് സ്റ്റേഷനിൽ. അവിടെ സാറായിരുന്നു ആ സമയത്ത്? ആരായിരുന്നു സാറ്? പേരെന്താ അറിയോ? അശ്വിൻ സാറാണ്. ഓക്കെ. ഇത് അംഗനവാടി എവിടെ വരുന്നത്? കയ്യെടുത്തോടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്ന ഒരു കുപ്പി കമ്പനി എന്ന് പറഞ്ഞ താഴോട്ട് പടിഞ്ഞാറ് വശമാണ് ഈ ഭാവന അംഗനവാടി ഉള്ളത്. ഏത് കുട്ടീനെ അടിച്ചത്? എൻ്റെ മോനാണ് അടിച്ചത്. മോനാണ് കൂടുതലായിട്ട് സംഭവിച്ചത്. കാരണം അടിച്ചിട്ട് കുട്ടിയുടെ കൈ ഇതാ ഇവിടെ ഇങ്ങനെ വീങ്ങി. ഇവിടെ ഇതിപ്പോഴും ഉണ്ട്. അതിനൊരു ചെറിയ വീക്ക് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ കാണാം. 1.5 ആഴ്ച ഹോസ്പിറ്റലിൽ മറ്റും കാണിച്ചിരുന്നു? ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അത് കൂടാണ്ട് ഇക്രയിലും കാണിച്ചിട്ടുണ്ട്. മോനെ ഇക്രയിലും കാണിച്ചത് എല്ലാ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇക്രയിൽ കാണിച്ചത് ഞങ്ങള് നിയമപരമായിട്ട് ബീച്ച് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവിടുന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ കുട്ടീനെ കൈക്ക് നീരുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറയും, കാരണം ചെറിയ കുട്ടിയാണ്, അപ്പൊ പറയാണ് എന്തായാലും നീര് ഉള്ളത് കൊണ്ട് കുട്ടീനെ എക്സ്റേ എടുക്കാൻ പറ്റൂല. നീര് കുറഞ്ഞാലേ എടുക്കാൻ പറ്റുള്ളൂ. എടുത്താലേ നമുക്ക് എന്താന്ന് മനസ്സിലാവണം. അല്ലെന്നേ ഈ കുട്ടികൾ എല്ലാവരും ഇപ്പോ നഴ്സറി പോയിട്ട് എത്ര ദിവസമായി? 1.5 മാസം കഴിഞ്ഞു. 1.5 മാസത്തിൽ കുട്ടിക്ക് മാന്യമായ വിദ്യാഭ്യാസം കിട്ടുന്നില്ല. അംഗനവാടിയിൽ കലാപരിപാടി നടന്നിട്ട് ഈ 9 കുട്ടികളുള്ളതിൽ 5 കുട്ടികൾ പങ്കെടുക്കാണ്ട് 4 കുട്ടികളെ വെച്ചിട്ട് കലാപരിപാടി നടത്തി. ഈ കുട്ടികളൊക്കെ ചോദിക്കുന്നത് അറിയോ, എപ്പോഴാ അമ്മേ ഞങ്ങളെ പരിപാടി? ഭാവിയിൽ വളർന്നു വരുന്ന തലമുറയാണ് നമ്മൾ ഒതുക്കുന്നത്. ഈ ചെറുപ്രായത്തിൽ തന്നെ ഒതുക്കുന്നതാണ്. കാരണം കുട്ടികൾക്കൊക്കെ അത്രയും ഇഷ്ടമാണ്. എന്താണ് അവർ പറയണത്? ഇപ്പൊ നഴ്സറിന്റെ ഭാഗത്ത് എന്താ പറയണത്? നഴ്സറിന്റെ ഭാഗത്ത് അടിച്ചില്ല എന്നാണ് പറയണത്. ഇത്രയും മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിട്ട് അടിച്ചില്ല എന്ന് ഉറച്ചിട്ടാണ്. മുമ്പൊക്കെ നമുക്ക് പരാതി ഉണ്ടായിട്ട് നമ്മൾ പോയി ചോദിക്കുമ്പോൾ ടീച്ചർ ചെയ്തിട്ടില്ല. പോലീസ് സ്റ്റേഷന്റെ സമീപനം എങ്ങനെയാണ്? പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ SIന്റെ പേര് വേറൊരു സാറുണ്ടായിരുന്നു, അശ്വിൻ സാറും ഉണ്ടായിരുന്നു. അപ്പൊ സാറ് ഞങ്ങളടുത്ത് പറഞ്ഞു, എന്താണ് നിങ്ങൾ നിലപാട്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ 5 കുട്ടികൾ അംഗനവാടിയിൽ പോവില്ല. ഞങ്ങൾ പറഞ്ഞു, കാരണം പോവാത്ത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 5 കുട്ടികൾ അംഗനവാടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ പേരിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഞങ്ങളെ കുട്ടികൾ എന്ത് ചെയ്യുന്നു അപ്പൊ ടീച്ചർ പറഞ്ഞു അങ്ങനെ ഒന്നും ഞാൻ ചെയ്യൂലെന്ന്. ഓക്കെ, ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ കുട്ടികളെ പറഞ്ഞേക്കുന്നില്ല. അപ്പൊ സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കുട്ടികൾ പോവണ്ട. അന്ന് അങ്ങനെയാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി. മറ്റുള്ള ഗവൺമെന്റ് സ്ഥാപനം നിങ്ങളുടെ നികുതി പണം കൊണ്ടാണ് അതൊക്കെ സ്ഥാപനം നടക്കുന്നത്. ആ ഒരു കാര്യം ഇത് അങ്ങനെ പറഞ്ഞോലി. പോലീസ് സ്റ്റേഷനിലായാലും സർക്കാരൊക്കെ നികുതി നമ്മുടെ നികുതിയാണ്. പിന്നെ സാറ് വന്ന് മൊഴി എടുത്തിട്ടുണ്ട് അംഗനവാടിയിൽ നിന്ന്. ഈ കേസ് ഇട്ടപ്പോ അംഗനവാടിയിൽ നിന്ന് മൊഴിയൊക്കെ എടുത്ത് അന്നേരം ടീച്ചർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന്. പക്ഷെ അവിടുത്തെ ഓണപരിപാടിക്ക് ഞാനാണ് പൂക്കളിട്ടത്. ഈ അമ്മമാരോട് ചോദിച്ചത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനാണ് മറ്റേ ഇതാക്കിയ. എനിക്ക് ടീച്ചറാണ് എനിക്ക് സ്കെയിൽ എടുത്തുകൊണ്ട് തന്നെ. എന്താ ശില്പ വരച്ചോന്ന് പറഞ്ഞിട്ട് സ്കെയിൽ എടുത്തു തന്നത് ടീച്ചറാണ്. അങ്ങനത്തെ ടീച്ചർ എങ്ങനെയാ പറയില്ല? സ്കെയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെടുത്ത് തെളിവുണ്ട്. ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ഏത് മീഡിയയിലായാലും ഞങ്ങൾ കാണിക്കും. തെളിവ് ഞങ്ങളെടുത്തുണ്ട്. കുട്ടികൾക്കൊക്കെ നീതി കിട്ടാൻ എൻ്റെ അപേക്ഷയാണ്. ഏത് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ വേണ്ട രീതിയിൽ നീതിയാക്കാനുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക.